ഈ അന്വേഷണത്തിന്റെ ദിശ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഭീമാപ്പള്ളി ഭാഗത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ നമുക്ക് ആ പോലീസ് വാഹനം കാണാൻ സാധിക്കും. കഴക്കൂട്ടം ACP സഞ്ചരിക്കുന്ന പോലീസ് വാഹനം ഭീമാപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഈ അല്പസമയത്തിനുള്ളിൽ ഭീമാപ്പള്ളി ഏതാണ്ട് മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഭീമാപ്പള്ളി ഭാഗത്തേക്ക് എത്തും. അവിടെ ഈ ആളുകളടക്കം കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് കുട്ടി എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ നഗരത്തിലെ മുഴുവൻ സ്ഥലവും പരിശോധിക്കണം, അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ള അവിടെ അടക്കം തിരച്ചിൽ നടത്തണം എന്നുള്ള പോലീസിന്റെ ഒരു പ്രഡിക്ഷന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തിരച്ചിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴക്കൂട്ടം, അതായത് ചക്കയ്ക്ക് തൊട്ടിപ്പുറം വരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. പക്ഷേ ആ CCTV ദൃശ്യം നമ്മുടെ പക്കലില്ല. നമുക്ക് ആ CCTV ദൃശ്യം ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. ഏതായാലും ഭീമാപ്പള്ളി ഭാഗത്തേക്ക് കടക്കുകയാണ്. ഭീമാപ്പള്ളി ഭാഗത്തേക്ക് ആ കുട്ടി ഉണ്ടോ എന്നൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മൂവിലേക്ക് കടക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ വാഹനം ഭീമാപ്പള്ളി ഭാഗത്തേക്ക് പോവുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ മൂവായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. കാരണം അല്പസമയം മുൻപാണ് ആ തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. ചാക്ക ഭാഗത്ത് പരിശോധന നടത്തി വരികയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭീമാപ്പള്ളി റോഡിൽ കൂടി ഭീമാപ്പള്ളി ഭാഗത്തേക്ക് അവിടേക്ക് എത്തുന്നത്. ഈ ഭീമാപ്പള്ളി ഭാഗത്തേക്ക് പുറത്തു നിന്നടക്കം ആളുകൾ രാത്രി തങ്ങുന്ന ഒരു പതിവുണ്ട്. അവർക്കടക്കം താമസിക്കാനുള്ള ചെറിയ ചില സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ ആളുകൾ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ആ കുട്ടി എത്തിയിട്ടുണ്ടോ, കുഞ്ഞ് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അവർ പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ആ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ വാഹനം അവരിങ്ങനെ പോകുകയാണ് അങ്ങോട്ടേക്ക്. ഇപ്പോൾ ഏതാണ്ട് ഒരു 500 മീറ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി ഭീമാപ്പള്ളിയിലേക്ക്. അവിടെ അടക്കം പരിശോധന നടത്തും. പോലീസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കൂടുതൽ പരിശോധന, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന എന്നതിലേക്ക് കടന്നിട്ടുണ്ട്. നഗരത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും ഹൈ അലേർട്ട് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരടക്കമുള്ള ആളുകൾ സ്റ്റേഷൻ പരിധി വിട്ടു പോകരുത്. SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അതാത് സ്റ്റേഷൻ പോലീസ് പരിധിയിൽ വാഹനങ്ങളടക്കം പരിശോധിക്കണമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കമ്മീഷണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഈ രാത്രി പുലർച്ചെയാകുന്നു. ഈ രാത്രി അവസാനിക്കും മുൻപ് ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കണ്ടെത്താൻ കഴിയുമോ, ഒരു ശുഭവാർത്ത നമുക്ക് പുറത്തു പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. മഴയുണ്ട് ഈ ഭാഗത്ത്, പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും പരിശോധനയ്ക്ക് ഒരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാകില്ലെന്നുള്ള വാശി പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ കമ്മീഷണർ വലിയ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നഗരത്തിലെ പോലീസിന്. ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ റൂറൽ പോലീസിന്റെ അടക്കം ഈ മേഖലയിലേക്ക് വിളിച്ചു വരുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെ പോലീസ് സംവിധാനം ഒന്നാകെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണിക്കൂറുകളെ നമ്മൾ അന്വേഷിക്കുന്ന ആ കുഞ്ഞിന് വേണ്ടിയിട്ട് മാറുന്ന കാഴ്ച അത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും വൈറ്റൽ റോളിലേക്ക് പോലീസ് കടക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മളും ഈ പോലീസ് വാഹനത്തെ പിന്തുടരുന്നുണ്ട്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരേ ഒരു സംഘം. ഷഫീദ് ഒരു നിമിഷം ഷഫീദിലേക്ക് എത്താം. നമുക്ക് ആ പാലക്കാട് വരെ ഒന്ന് പോയതിനു ശേഷം അവിടെ ഇപ്പോൾ കൂടുതൽ ട്രെയിനുകൾ പരിശോധനയുണ്ട്. വിവേക് എക്സ്പ്രസിൽ പരിശോധന. നിഖിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, വിവേക് എക്സ്പ്രസ് ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതും സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള ട്രെയിനാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ട്രെയിനിലും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ ചിത്രം വെച്ച് ഈ കുട്ടി ട്രെയിനിലുണ്ടോ എന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ, തിരച്ചിൽ ഇപ്പോഴിതാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംശയം തോന്നുന്ന ആളുകൾ, സംശയം തോന്നുന്ന സാഹചര്യം, അതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ RPF സംഘം. അവർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം ലഭിച്ചിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിൻ എന്നുള്ള നിലയ്ക്ക് പരിശോധനകൾ കർശനമായി നടത്തണമെന്നുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2:40 പാലക്കാട് എത്തിച്ചേരേണ്ടുന്ന ഒരു ട്രെയിൻ ആയിരുന്നു ഇത്. 3:05 കൂടിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ട്രെയിനിലെ ജനറൽ കോച്ചുകളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനറൽ കോച്ചുകളിലൂടെ ഇപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് ട്രെയിനിൽ. എന്നിരിക്കുകയും കുട്ടി എവിടെയെങ്കിലും ഉണ്ടോ, അതായത് ഈ കമ്പാർട്ട്മെന്റുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ RPF നടത്തുന്നത്. RPF ഉദ്യോഗസ്ഥർക്ക് നേരത്തെ നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചെന്ന് പോലെ തന്നെ അരുണ എക്സ്പ്രസിൽ ഈ കുട്ടി ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരുപക്ഷെ മറ്റേതെങ്കിലും സ്റ്റേഷനുകളിൽ ഇറങ്ങിയ ശേഷം ഈ കുട്ടി ട്രെയിൻ മാറി കയറിയോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള 7:40 അവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണിത്. ആ ട്രെയിനിലെ ഏതെങ്കിലും ഒരു കോച്ചിൽ കുട്ടി ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ഇപ്പോൾ നടത്തുന്നത്. റിസർവ്ഡ് കോച്ചുകളിലൊന്നും തന്നെ പരിശോധനകൾ നടത്തുന്നില്ല. കാരണം റിസർവ്ഡ് കോച്ചുകളിൽ ഇതിനോടകം തന്നെ ടിക്കറ്റ് എക്സാമിനർമാർ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ കുട്ടിയുടെ സാന്നിധ്യം ഈ ട്രെയിനിൽ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജനറൽ കോച്ചുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
ഉദ്യോഗത്തിന്റെ ആശങ്ക നിറഞ്ഞ 15 മണിക്കൂർ പിന്നിടുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ 15 മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇപ്പോൾ ഈ ജനറൽ കോച്ചുകൾ കഴിഞ്ഞ് സ്ലീപ്പർ കോച്ചിലേക്ക് കൂടി ഇതും ജനറൽ കോച്ചാണ്. അതിൽ കൂടി ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ശുചിമുറികളിലടക്കം അടഞ്ഞു കിടക്കുന്ന ശുചിമുറികളിൽ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ അടക്കം പരിശോധനകൾ നടത്തുന്നുണ്ട് RPF ഉദ്യോഗസ്ഥർ. അത്തരത്തിലുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പഴുതടച്ച തിരച്ചിലായിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ കോച്ചുകളിലും കയറി കുട്ടിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള യാത്രക്കാരടക്കം വലിയ അമ്പരപ്പിലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അർദ്ധരാത്രിയിൽ ഈ സമയത്ത് പോലീസിന്റെ ഒരു തിരച്ചിൽ, RPFന്റെ ഒരു തിരച്ചിൽ എന്ന് പറയുമ്പോൾ അവർ വലിയ അത്ഭുതത്തിലാണ്. കാരണം അവരൊട്ടും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രെയിനിനകത്തടക്കം കയറിക്കൊണ്ട് നല്ല തിരക്കുള്ള ജനറൽ കോച്ചിലാണ് ഇപ്പോൾ RPFന്റെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ ട്രെയിനിലെങ്കിലും കുട്ടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. റിസർവ്ഡ് കോച്ചുകളിൽ ഇതിനോടകം തന്നെ ടിക്കറ്റ് എക്സാമിനർമാർ പരിശോധനകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തണമെന്നുള്ള അവരുടെ ചിത്രങ്ങളടക്കം ഇതിനോടകം തന്നെ അയച്ചു നൽകുകയും അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ ട്രെയിനിൽ കൂടിയാണ് ഒരു പ്രതീക്ഷയുള്ളത്. ഈ ട്രെയിനിലാണ് കുട്ടി ഉള്ളതെങ്കിൽ ഈ ട്രെയിനിൽ ഉണ്ടാകേണ്ടതാണ്. അതല്ലെങ്കിൽ മറ്റു സാധ്യതകൾ വളരെ വിരളമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇപ്പോൾ കാണാൻ കഴിയും. ഈ ചിത്രം കാണിച്ചു കൊടുത്തുകൊണ്ട്, കുട്ടിയുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് RPF ഉദ്യോഗസ്ഥർ. അങ്ങനെ പരമാവധി സാധ്യതകൾ, ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരമാവധി സാധ്യതകൾ RPF ഉദ്യോഗസ്ഥർ. എന്തായാലും നേരത്തെ വലിയ പ്രതീക്ഷ കാണാൻ പാലക്കാട് വെച്ച് ഈ കുട്ടിയെ മാറാൻ ശരി നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വിവേക് എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വന്ന ട്രെയിനാണ് എന്നതുകൊണ്ട് തന്നെ അതിലിപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ വന്ന ഒരു ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ട്രെയിനിലും പോലീസിൻ്റെ RPF സംഘത്തിൻ്റെ പരിശോധനയുണ്ട്. കുട്ടിയും ആ ട്രെയിനിലുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തുന്നത്. നിർണായകമായ മറ്റൊരു വിവരമുള്ളത് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ കുട്ടിയുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ഇപ്പോൾ ഭീമാപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു കഴക്കൂട്ടം ACPയും സംഘവും എന്നുള്ള വാർത്ത ഷഫീദ് റാവുത്തർ അറിയിക്കുന്നുണ്ട്. അവിടെ എങ്ങാനും കുട്ടി എത്തിയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടാണ്. ചാക്ക ഭാഗത്ത് പരിശോധന നടത്തിക്കൊണ്ടിരുന്ന പോലീസ് സംഘം പൊടുന്നനെ അവിടെ നിന്ന് ഭീമാപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകരും ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ അല്പ സമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. അങ്ങനെ കഴക്കൂട്ടം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഭീമാപ്പള്ളി ഭാഗത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഷഫീദ് പറയൂ. ഷഫീദ്, ഉന്മേഷത്തായി ഈ ഭീമാപ്പള്ളിക്കകത്തേക്ക്, അതായത് അവിടെ ഈ ചില ആളുകൾ അവിടെ വന്ന് ഇങ്ങനെ അകത്തേക്കൊക്കെ കയറുന്ന ഒരിതുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കയറിയിട്ട് പരിശോധന നടത്തുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നത്. ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ആളുകൾ, അതായത് ഈ നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെ ആളുകൾ ഇവിടേക്ക് വന്ന് കിടക്കുന്നത്, തങ്ങുന്നത് പതിവാണ്. അപ്പോൾ ഈ അങ്ങനെ ഏതെങ്കിലും കൂട്ടത്തിൽ അങ്ങനെ കിടക്കുന്ന ആളുകളുടെ കുഞ്ഞുണ്ടോ എന്നുള്ളതുമായി പോലീസ് ചോദിക്കുന്ന കാര്യം. കഴക്കൂട്ടം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു 6 പേർ ഇപ്പോൾ പള്ളിക്കുള്ളിൽ പരിശോധന നടത്തുന്നത് നമുക്ക് പോലീസ് കടക്കുകയാണ്. കാര്യം പോലീസിനെ സംബന്ധിച്ച ഈ ഓരോ സാധ്യതകളും അത് പരിശോധിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ച ഇതിൽ വളരെ വൈറ്റലായിട്ടുള്ള കാര്യം. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണം, ആ രീതിയിലുള്ള തിരച്ചിൽ നടപടികൾ അത് പോലീസിന്റെ ഭാഗത്ത് നേരത്തെ ഈ പള്ളി കമ്മിറ്റിയിലുള്ള ആളുകളെ അടക്കം വിവരം അറിയിച്ചുകൊണ്ട് ചില പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പള്ളിക്കകത്തേക്ക് ഈ ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യം. ഇതിൽ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഈ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം ഈ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടി എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടി നഗരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്ന കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീമാപ്പള്ളി ഭാഗത്ത് നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെ വന്ന് കിടക്കുന്ന ആളുകൾക്കിടയിൽ ആ കുട്ടി ഉണ്ടോ എന്നുള്ളൊരു സാധ്യത പോലീസ് പരിശോധിച്ചു. അങ്ങനെ പലവിധ സാധ്യതകൾ, പരമാവധി സാധ്യതകൾ അത് തേടുകയാണ് പോലീസ്. കാരണം പോലീസിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ പോലും ഇനി കളയാൻ സമയമില്ല. അവസാന ഘട്ടത്തിൽ ഇതിലൊക്കെ പ്രതീക്ഷകളുടെ എല്ലാ ഘട്ടവും കഴിഞ്ഞിട്ടാണ് പോലീസിലേക്ക് ഈ കേസ് വരുന്നത്. അപ്പോൾ ഈ അവശേഷിക്കുന്ന മണിക്കൂറുകളിലെങ്കിലും
ഏതെങ്കിലും തരത്തിൽ ഇത് പ്രതീക്ഷയുടെ ഫലമുണ്ടോ പിന്തുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഈ ഭീമാപ്പള്ളി പരിശോധന അത് ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ ആളുകൾ രാത്രി സ്റ്റേ ചെയ്യാൻ സാധ്യതയുള്ള മറ്റു ചില ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭീമാപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ ഒരു തിരച്ചിലുണ്ട്. അവിടെ ഈ കുട്ടി എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അവിടെ നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെ ഇത്തരത്തിൽ ആളുകൾ തങ്ങാറുണ്ട്. ആ കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടെങ്ങാനും കുട്ടി എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പോലീസ് എത്തിയത്. ഏതായാലും അവിടെ പരിശോധനയ്ക്ക് എത്തിയ പോലീസ് സംഘം ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുകയാണ്. ചാക്ക ഭാഗത്തുണ്ടായിരുന്ന പോലീസ് സംഘം ഉടനെ ഭീമപ്പള്ളിയിലേക്ക് വരികയായിരുന്നു. കുട്ടി അവിടെ എങ്ങാനും ഉണ്ടോ എന്നുള്ള പരിശോധനയ്ക്കായി പോലീസ് സംഘം ഇപ്പോൾ അവിടെ എത്തി മടങ്ങാൻ ഒരുങ്ങുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുകയാണ്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സ്ഥലത്ത് ഒരു ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടി ഏതു ഭാഗത്തേക്ക് എത്തി എന്നത് മനസ്സിലാക്കാനുള്ള പോലീസിൻ്റെ ശ്രമം മറുഭാഗത്തുണ്ട്. നിലവിൽ ലഭ്യമായ പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ നിന്ന് പോലീസ് വ്യക്തമാക്കുന്നത് കുട്ടി കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് തന്നെ യാത്ര ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി തന്നെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 4 പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ച് പോലീസിൻ്റെ ഒരു കണക്കൂട്ടൽ എന്നത് കുട്ടി കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത് എന്നതാണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഇനി ട്രെയിനിൽ കയറിയിട്ടുണ്ടോ അതോ മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒട്ടേറെ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നു. വൈകിട്ട് 4:30യോടെയാണ് പോലീസ് ഇക്കാര്യം അറിയുന്നത്. ഷഫീദ് റാവുത്ത് തുടരുന്നുണ്ട്. ഷഫീദ്, അപ്പോൾ അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സംഘം മടങ്ങാൻ ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കഴക്കൂട്ടം ACP അദ്ദേഹത്തിന്റെ ഈ ഫോണുകളിലടക്കം ലഭിക്കുന്ന ചില വിവരങ്ങൾ അത് ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ പോലീസ് സംഘം ഇപ്പോൾ ഈ പള്ളിക്കകത്തേക്ക് കയറിയിട്ട് ഇവിടെ കിടന്നുറങ്ങിയിരുന്ന ആളുകളോട് ഇത് സംബന്ധിച്ച അവരാണോ അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യം. ഇതിൽ ഈ സുപ്രധാനമായിട്ടുള്ളൊരു വിവരവും അതല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും വിവരം അത് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള ചില മൂവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള സൂചനകൾ ഉണ്ടാകുന്നുണ്ടോ, ഏതെങ്കിലും സൂചനകളുടെ ഒരു തുമ്പ്, ഒരു പ്രതീക്ഷയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധനം അതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും അന്വേഷിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധനകൾ നടത്തുകയാണ്, തിരയുകയാണ്. ഇതുവരെയും ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക്, നഗരത്തിലെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് അടക്കം പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെ കൂടി പരിശോധനയിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം അതാണ് ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന കാര്യം. ഏതായാലും ഈ ഭീമാപ്പള്ളി ഭാഗത്താണ് ഇപ്പോൾ ഈ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുള്ള സംഘം ഒരു അന്വേഷണം നടത്തുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുഞ്ഞിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമ്മൾ ആ ഒരു കാര്യം ഒരുപക്ഷെ നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാമെന്ന് തോന്നുന്നു. പക്ഷെ ഔദ്യോഗികമായി കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ഈ ദീർഘദൂരം സർവീസ് നടത്തുന്ന എല്ലാ ട്രെയിനിലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിലേതായാലും വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ട്രെയിനിലെ പരിശോധനയ്ക്ക് ശേഷം RPF ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. കാര്യമായ വിവരങ്ങളൊന്നുമില്ല കുഞ്ഞിനെക്കുറിച്ച് എന്നുള്ളതാണ് ഇപ്പോൾ RPF സംഘം അറിയിച്ചിരിക്കുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ഉണ്ടായിരുന്നു. വിവേക് എക്സ്പ്രസിലെ പരിശോധന കൂടി RPF സംഘം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിലും കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അവർ അറിയിക്കുന്നത്. മറ്റ് സാധ്യതകൾ തേടുകയാണ് ഇപ്പോൾ പോലീസ്. ഭീമാപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ ഷഫീദ് റാവുത്ത് തുടരുന്നുണ്ട്. ഷഫീദ്, പോലീസ് സംഘം മടങ്ങിയോ ഇതിനോടകം? ഇവിടെയും കാര്യമായ മഴയുണ്ട്. ഇതുവരെയും ഈ അന്വേഷണ സംഘം ഈ പള്ളിയിൽ നിന്ന് മടങ്ങിയിട്ടില്ല. പകരം ഇവർ ഈ പള്ളി ഭാഗത്ത് ചില സ്ഥലങ്ങൾ, അതായത് ഞാൻ മുൻപ് പറഞ്ഞ പള്ളിയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരോട് അന്വേഷണം അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ പോസിറ്റീവായ റിസൾട്ട് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു, ആ പള്ളിയിൽ കുഞ്ഞില്ല ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ചിലരുണ്ട്. അവരെ കൂടി പോലീസിന് വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മനീഷ്, ആ ദൃശ്യം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവരെ കൂടി വിശദമായി അവരിൽ ഇവിടെ ആരുടെയെങ്കിലും
കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷയോടെ ഒരുപക്ഷെ നോക്കിക്കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഭീമാപ്പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഈ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പുറത്തേക്ക് വരും. അദ്ദേഹം ഒരുപക്ഷെ നമ്മളോട് ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയും. ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് മുതിരാൻ കാരണം ഈ ഭാഗത്തേക്ക്, അത് രാത്രിയൊക്കെ ഇവിടെ വന്ന് തങ്ങുന്ന ആളുകളുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കാനുള്ള കാരണം തന്നെ ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ആ സംശയം ഏത് രീതിയിൽ ഇപ്പോൾ ചില ഫോട്ടോകളൊക്കെ, ചില ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ നോക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ അതൊരു മൂവായി നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത് നഗരത്തിലെ മറ്റു ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരക്കുള്ള സ്ഥലങ്ങൾ, അതായത് ഈ നഗരത്തിലെ തിരക്കുള്ള സ്ഥലങ്ങൾ, ആളുകൾ തങ്ങാൻ ഇടയുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പരിശോധന നടത്തണം. ഇപ്പോൾ ഏതാണ്ട് പരിശോധന അവസാനിപ്പിച്ച് മടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ അടുത്ത സ്ഥലത്തേക്ക് പോലീസ് സംഘം കടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നഗരത്തിലെ മറ്റു ചില സ്ഥലങ്ങൾ, പക്ഷെ അപ്പോഴും ഈ രാത്രി അടുത്ത പ്രതിസന്ധി അത് ഉയരുകയാണ്. അത് മഴയാണ്. തിരുവനന്തപുരം നഗരത്തിൽ മഴ കടുക്കുന്നു. ഈ നിലവിലിപ്പോൾ നഗരത്തിലെ എല്ലാ സ്റ്റേഷൻ പരിധികളിലും പട്രോളിംഗ് സജീവമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വഴികളിലടക്കം വലിയ തരത്തിലുള്ള ചെക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടുത്തെ റിസൾട്ട് നെഗറ്റീവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആശ്വസിക്കാനോ കാര്യമായ വിവരമൊന്നുമില്ല. ഇപ്പോൾ ഈ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറേറ്റുള്ള സംഘം ഇപ്പോൾ ഇതേതാണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് നിരാശയാണ് ഫലം. ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇനി നഗരത്തിലെ അടുത്ത തിരക്കുള്ളൊരു കേന്ദ്രം, അതല്ലെങ്കിൽ പോലീസിന്റെ പട്ടികയിൽ പോലീസ് അങ്ങനെ ചില സ്ഥലങ്ങൾ, ചില പ്രത്യേക സ്പോട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ പരിശോധനയും തിരച്ചിലും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഏതായാലും ഭീമാപ്പള്ളിയിലെ തിരച്ചിൽ പോലീസ് ഏതാണ്ട് അവസാനിപ്പിക്കേണ്ടതാണ്. വൈൻഡപ്പ് ചെയ്ത് അവർ പുറത്തേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴും കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പുറത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹം ഈ പള്ളിയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുകയാണ്. ജമാഅത്തിന്റെ ഭാരവാഹികളോട് സംസാരിക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി പോലീസിനെ സംബന്ധിച്ച് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം മാത്രമല്ല ചില ആരാധനാലയങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയുമില്ല. ഏതായാലും ഭീമാപ്പള്ളിയിലെ പരിശോധനയുടെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷിക്കാനൊന്നുമില്ല. പോലീസും പുറത്തേക്ക് ഇറങ്ങുന്നു, കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാര്യമായ മഴ അത് തിരുവനന്തപുരം ഭാഗത്തുണ്ട്. പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരത്തിലെ പെട്രോളിങ്ങിനോ കോമ്പിങ്ങിനോ ഒന്നും ഒരു തരത്തിലുള്ള കുറവും ഇതുവരെയും വരുത്തിയിട്ടില്ല. ഇത് അവസാനത്തെ, നമ്മളെ സംബന്ധിച്ച് ഈ രാത്രി ഇത് അവസാനിക്കുകയാണ്. പുലർച്ചയോട് അടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു റിസൾട്ടിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഇപ്പോൾ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറും ഭീമാപ്പള്ളിയിൽ നിന്ന് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹവും തിരികെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ ഭീമാപ്പള്ളി ഭാഗത്തേക്കുള്ള തിരച്ചിൽ വലിയ പ്രതീക്ഷയോടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവിടെയും കാര്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം ജീപ്പിൽ കയറി മടങ്ങുകയാണ്. നമുക്കൊരു റിസൾട്ട് അക്കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ അടുത്ത മൂവ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഭീമാപ്പള്ളിയിലെ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു, ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറും സംഘവും ഭീമാപ്പള്ളി ഈ ഭാഗത്ത് നിന്ന്, പള്ളിയുടെ പരിസരത്ത് നിന്നും അവർ തിരികെ മടങ്ങുകയാണ്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത സ്പോട്ട് ഏതാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു, നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത സ്പോട്ട് കേന്ദ്രീകരിച്ചൊരു പക്ഷേ പോലീസിന്റെ കൂടുതൽ അന്വേഷണം അത് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ള വിവരം. അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ നടക്കാൻ പോകുന്നതും. ഭീമാപ്പള്ളിയിൽ നിന്നും തിരച്ചിൽ, നമുക്ക് ആശ്വസിക്കാനുള്ളൊരു വാർത്ത, നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വാർത്ത ഒന്നുമില്ല. അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് ഷഫീദ് സംഘത്തിന്റെ അവരെ ഫോളോ ചെയ്തോളൂ, വിവരങ്ങൾ ശേഖരിച്ചോളൂ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പോലീസ് സംഘം ഭീമാപ്പള്ളിയിൽ എത്തി, അവിടെ നിന്ന് മടങ്ങുകയാണ്. അവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചു. അവിടെ തങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ എങ്ങാനും ഈ കുട്ടി എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് പോലീസ് സംഘം അവിടെ നടത്തിയത്. പക്ഷേ അവിടെ നിന്ന് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അവിടെ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ആ പോലീസ് സംഘം ഭീമാപ്പള്ളിയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നത്. നിർണായകമായ 4 CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പറയുന്നത് കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരം നഗര ഭാഗത്തേക്ക് തന്നെ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇടവഴികളുണ്ട്, ക്രോസ് റോഡുകളുണ്ട്. അതിൽ ഏതെങ്കിലും വഴിയിലൂടെ കുട്ടി പോയിട്ടുണ്ടോ, അങ്ങനെ പല സാധ്യതകൾ പോലീസ് ഇപ്പോൾ തേടുന്നുണ്ട്. അന്വേഷണം അങ്ങനെ ഊർജിതമായി തന്നെ നടക്കുന്ന ഒരു ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തിരച്ചിൽ എന്നുള്ളതാണ്. കുട്ടിയെ കാണാതായിട്ട് ഇപ്പോൾ
മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 10 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. 4 മണിയോടെയാണ് പോലീസ് ഈ വിവരം അറിയുന്നത്. 4:30 FIR ഇട്ട് 5 മണിയോടെ പോലീസിന് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അന്വേഷണം തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് കുട്ടി എവിടെ വരെ പോയി, എങ്ങോട്ട് സഞ്ചരിച്ചു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിൻ്റെ ശ്രമം. അതിപ്പോഴും തുടരുകയാണ്. നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. കുട്ടി സഞ്ചരിച്ച വഴി അത് ഏകദേശം പോലീസിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുട്ടി എവിടെയുണ്ട്, എവിടെ വരെ സഞ്ചരിച്ചു, അങ്ങനെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. കഴക്കൂട്ടത്ത് നിന്നാണ് 13 വയസ്സുകാരിയെ കാണാതായത്. അസം സ്വദേശിയുടെ മകളാണ്. വീട്ടിലൊരു ചെറിയ വഴക്കുണ്ടായെന്നും അതിൻ്റെ ഒരു പേരിൽ മാതാവ് ശകാരിച്ചു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. അതിന് തൊട്ട് പിന്നാലെ കുട്ടി ബാഗുമായി ഇറങ്ങുകയായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ കുട്ടി അസമിൽ നിന്ന് കേരളത്തിലെത്തിയിട്ട്. ഇവിടുത്തെ ഭാഷ കുട്ടിക്ക് അത്ര വശമില്ല, ആ മേഖലയൊന്നും കുട്ടിക്ക് പരിചയമുള്ളതുമല്ല. അതുകൊണ്ട് തന്നെ കുട്ടി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അധിക ദൂരം എങ്ങനെ സഞ്ചരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ഈ വഴിയൊന്നും അറിയാതെ ഇതാ നോക്കൂ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ കുട്ടി സംശയിച്ച് നിൽക്കുകയാണ്. ഏത് വഴിക്ക് പോകണമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഒടുവിൽ ഒരു വഴി തിരഞ്ഞെടുത്തങ്ങ് നടക്കുകയാണ്. അപ്പോഴും ശങ്കയുണ്ട്, എങ്ങനെ പോകും, ഏത് ഭാഗത്തേക്ക് നടക്കണം എന്നിങ്ങനെയൊക്കെ കുട്ടി പിന്നീടും സംശയിക്കുന്നുണ്ട്. 13 വയസ്സുകാരിയാണ്, ആ വഴിയൊന്നും അറിയില്ലാത്ത കുഞ്ഞാണ്. അപ്പോൾ അങ്ങനെ സംശയിച്ച് നിന്നതിന് ശേഷം റോഡോരം ചേർന്ന് കുട്ടി പിന്നീട് നടന്നു പോവുകയാണ്. ഇപ്പോൾ തിരച്ചിലിന് തിരുവനന്തപുരത്ത് ഒരു തടസ്സമായി നിൽക്കുന്ന വലിയ തോതിൽ മഴ പെയ്യുന്നതാണ്. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ പോലീസ് സംഘത്തിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. കഴക്കൂട്ടത്ത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ വ്യാപകമായ പരിശോധന ഉണ്ടായിരുന്നു. കുട്ടി പോയ വഴി എന്ന് കരുതുന്ന ആ വഴിയുടെ പരിസരത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരമാവധി ശേഖരിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പോലീസിന് കുറേ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തിരുവനന്തപുരം നഗരഹൃദയ ഭാഗത്തേക്ക് തന്നെയാണ് കുട്ടി പോയത് എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമാണ് കിട്ടിയത്. കുഞ്ഞിപ്പോൾ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രെയിനിലടക്കം യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിനുകളിലും പരിശോധന നടന്നു. ഹരികൃഷ്ണൻ ഇപ്പോൾ കഴക്കൂട്ടത്ത് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഈ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഉന്മേഷ്, ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ പരിശോധന അത് പുരോഗമിക്കുകയാണെന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ കഴക്കൂട്ടം ഇതിൻ്റെ ഈ ബ്രിഡ്ജിൻ്റെ താഴെയാണ്. ഇവിടെ ഈ ഓപ്പോസിറ്റുള്ള എനിക്ക് പുറകിൽ കാണുന്ന ഒരു കടയുണ്ട്. അത് രാത്രി തുറന്നിരിക്കുന്ന കടയാണ്. അവിടെ 4 പോലീസുകാരെ കാണാം. ഒരു പോലീസ് സംഘമാണ്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന പോലീസ് സംഘമാണ്. അവർ ഈ സമീപത്തെ, അതായത് ഈ പാലത്തിന് ഇരുവശത്തുമുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ലീഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അത്തരത്തിലൊരു പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർ മണിക്കൂറുകളായി രാത്രി മുഴുവൻ ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബ്രിഡ്ജിന്റെ ഈ തുടക്കം മുതൽ ഈ എൻഡ് മുതൽ, അതായത് ഇവിടെ നിന്നും ഈ ഭാഗത്തു നിന്നും ഈ ഇടത്തേക്ക് പോകുന്ന ഭാഗമാണ് ഈ തമ്പാനൂർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ കാര്യവട്ടം ക്യാമ്പസ്, ശ്രീകാര്യം, തമ്പാനൂരിലേക്ക് പോകാം എന്നുള്ളതാണ്. ഇതിന്റെ വലതുവശത്തേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഈ ബസ് സ്റ്റാൻഡ് വഴി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഇവിടം വരെ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഈ നിൽക്കുന്ന ഭാഗം വരെ കുട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഈ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എങ്ങോട്ടേക്കാണ് കുട്ടി പോയിട്ടുണ്ടാകുക എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കൺഫ്യൂഷനാണ് പോലീസിന് ഇപ്പോഴുള്ളത്. 2 സാധ്യതകളാണ് ഈ പറഞ്ഞതുപോലെ തന്നെ. ഒന്ന്, കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യത, അതല്ലെങ്കിൽ ഇത്തരത്തിൽ തമ്പാനൂരിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. അത് മാത്രമല്ല നേരെ എയർപോർട്ട് റോഡിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. അതാണ് പോലീസ് ഇവിടെ നിന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ സമയത്ത് വെളുപ്പിന് ഏതാണ്ട് 4 മണിയോട് അടുക്കാർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ചില കടകൾ കൂടി ഈ രാവിലത്തെ ഈ കടകളൊക്കെ തുറക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ചില CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നീക്കമൊക്കെ തന്നെയുണ്ട്. ഔദ്യോഗിക തലത്തിൽ തന്നെ അത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ട് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം CCTV ദൃശ്യങ്ങൾ അത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. ഇവിടം വരെയുള്ള കുട്ടി സഞ്ചരിച്ച ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് കുഴക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് പോയത്, ഏത് വാഹനത്തിലാണ് പോയത് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ നമ്മുടെ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞു
പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ കയ്യിലുള്ളത് വളരെ തുച്ഛമായ തുകയാണ്. അതുകൊണ്ട് കുട്ടിക്ക് എവിടം വരെ യാത്ര ചെയ്യാനാകും എന്നടക്കമുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഈ തിരുവനന്തപുരം ഭാഗത്ത് തന്നെയുള്ള ഏതെങ്കിലും ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പൊതു ഇടങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള മറ്റു പരിശോധന. അതിനുവേണ്ടി മറ്റൊരു സംഘം നഗരം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോ സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതു ഇടങ്ങൾ, അവിടങ്ങളിൽ മറ്റൊരു സംഘമായ പരിശോധന. അവിടങ്ങളിൽ കുട്ടി ഉണ്ടോ എന്നുള്ളത്. അത് മാത്രമല്ല, ഈ രാത്രികളിൽ തുറന്നിരിക്കുന്ന ചില കടകളിലെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോട് ഈ കുട്ടിയുടെ ഫോട്ടോയടക്കം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ട് ഈ കുട്ടിയെ കണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു പരിശോധന. അങ്ങനെ സാധ്യമായ എല്ലാ രീതിയിലും പരിശോധന പുരോഗമിക്കുകയാണ് ഈ വൈകിയ വേളയിലും എന്നുള്ളതാണ്. ഈ പരിശോധനയ്ക്ക് വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ കഴക്കൂട്ടം ഭാഗത്ത് വലിയ മഴയുണ്ട് എന്നുള്ളതാണ്. മഴയും കാറ്റുമൊക്കെ ഉണ്ട്. അത് പരിശോധനയ്ക്കൊരു വെല്ലുവിളിയാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിനെയും അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ പോലീസ് അവരുടെ ജോലി ചെയ്യുകയാണെന്നുള്ളതാണ്. ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണെന്നുള്ളതാണ്. ഈ 4 അംഗ പോലീസ് സംഘമാണ് ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ഭാഗം മുതൽ ഈ തരത്തിൽ ഈ ബൈപ്പാസിന് താഴെയുള്ള ഈ തമരൂരൊക്കെ പോകുന്ന ഈ ജംഗ്ഷൻ വരെയുള്ള തരത്തിലുള്ള ഇരുവശത്തെയും പ്രധാനപ്പെട്ട ശേഖരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. അതവർ പരിശോധിച്ചു വരികയാണെന്നുള്ളതാണ്. ഇതിന് എതിർവശത്തുള്ള ചില കടകളിൽ നിന്നും ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ AJ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയ അതാണ് അവസാനമായും പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ. അതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ചില CCTV ദൃശ്യങ്ങളും കൂടി ലഭിച്ചിട്ടുണ്ട് പോലീസിന്. പക്ഷെ അത് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് അത് പ്രേക്ഷകരെ കാണിക്കാൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും പോലീസിനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ പെൺകുട്ടി 13 വയസ്സുകാരി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ്. അതിലേക്കുള്ള ഏത് ദിശയിലേക്കാണ് സഞ്ചരിച്ചത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വളരെ സഹായകമാകുന്ന ഒന്നായിരിക്കും എന്നുള്ളതാണ്. അതിനുള്ളൊരു നീക്കത്തിൽ കൂടിയാണ്. പക്ഷെ അതിന് ഒരുപാട് സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. അർദ്ധരാത്രി പുലർച്ചെയാണ്. അത്തരത്തിൽ CCTV ശേഖരിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരത്തിൽ എല്ലാ വെല്ലുവിളികളും, അതിനോടൊപ്പം തന്നെ ഈ കാലാവസ്ഥ, മഴ, അത്തരം കാര്യങ്ങളുണ്ട്. ആ വെല്ലുവിളികളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം ഇത്തരത്തിൽ വിവരശേഖരണം നടത്താൻ. ആ വിവരശേഖരണത്തിലൂടെ മാത്രമേ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കുട്ടി എവിടേക്ക് പോയി. ശരി, ഹരികൃഷ്ണൻ.